മണീനെ നേരിട്ട് കാണുന്നത് പല സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു പാട്ടും പാടിയിട്ടുണ്ട്, അന്ന് നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ പാട്ട് പാടി ട്രാക്ക് അയച്ചിട്ട് പുള്ളി പാടി ഇങ്ങോട്ട് തിരിച്ചയക്കുകയാണ് ചെയ്തത്. കലാഭവൻ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഭവമായിട്ട് പ്രസ്ഥാനമായിട്ട് നടക്കുന്ന കാലഘട്ടം. അപ്പോൾ ഏതോ ഒരു എയർപോർട്ടിൽ വെച്ച് മണീനെ കണ്ടു. അപ്പം നമ്മളൊരു മ്യൂസിക് ഡയറക്ടർ, ഞാനൊരു സൈഡിൽ ഒതുങ്ങി നിന്നു. ഈ മനുഷ്യൻ അവിടെ നിന്ന് എല്ലാവരെയും മാറ്റി ഓടി എൻ്റെ അടുത്തേക്ക് വരിക. വന്നിട്ട് എൻ്റെ അടുത്ത്, ചേട്ടാ എനിക്ക് ആ പാട്ട് പാടിയതിന് ശേഷം കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യൻ. ഞാൻ അതുവരെയ്ക്ക് നമ്മൾ ഇത്തിരി വെയിറ്റൊക്കെ ഇട്ടിട്ട് മണീനെ അവിടെ കണ്ടപ്പോൾ ഞാനിങ്ങനെ, നമ്മൾ മസിൽ പിടിക്കുക ആവശ്യമില്ലാതെ അദ്ദേഹത്തിന് മസിലുണ്ട് വിചാരിച്ചിട്ട്, നമ്മൾക്ക് മസിലില്ല, പക്ഷേ അദ്ദേഹത്തിന് മസിലുണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ അങ്ങനെ മസിൽ പിടിച്ചു. എൻ്റെ മസിൽ മുഴുവൻ ഊർന്നു പോയി അദ്ദേഹം എൻ്റെ അടുത്ത് നേരിട്ട് വന്ന. പിന്നെ എപ്പോൾ കാണുമ്പോഴും നമുക്ക് ആ ഫ്രീഡം ഉണ്ട്. ട്യൂഷനിലിട്ട് നല്ല കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ട്യൂഷനിലൊക്കെ തുടച്ച് അതിൽ ഈ കാളൻ തോരൻ ഇതൊക്കെ ഇട്ട് കായ വറുത്തതൊക്കെ ഇട്ട് പപ്പടം ആദ്യം പായസം ഒഴിച്ച് പായസത്തിൻ്റെ മേലെ കുറച്ച് നാരങ്ങാച്ചാറ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കുറച്ച് പഴത്തിൻ്റെ പകുതി ഇട്ട് അത് കൂട്ടി കുഴച്ച് ആ പപ്പടം അതിൻ്റെ മുകളിൽ കയറ്റിട്ട് ഒരു ഇടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ജമ്പ് ചെയ്ത് ചാടി അപ്പുറത്തെ ആൾ അതൊക്കെ കൂട്ടി കുഴച്ചിട്ട് അതിങ്ങനെ നക്കിയിട്ട് വീണ്ടും ആ ചാറിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് വയൽ വെള്ളം